The Real FM 103.6. ശ്രദ്ധ. നീണ്ടകാലത്തെ കാത്തിരിപ്പിന് ശേഷം മലയാള ഭാഷാ ബിൽ വീണ്ടും നിയമസഭയിൽ അവതരിപ്പിക്കാനൊരുങ്ങുകയാണ് കേരള സർക്കാർ. മലയാള ഭാഷയുടെ വ്യാപനത്തിനും പരിപോഷണത്തിനും വേണ്ടിയാണ് ഭാഷാ ബിൽ കൊണ്ടുവരുന്നത്. സ്കൂളുകളിൽ 10ാം ക്ലാസ് വരെ മലയാളം നിർബന്ധമായും ഒന്നാം ഭാഷയാകും. സർക്കാർ ഉത്തരവുകളും രേഖകളുമെല്ലാം മലയാളത്തിൽ. ജില്ലാ കോടതി വരെയുള്ള വിധിന്യായങ്ങളും. 2015 നിയമസഭയിൽ വന്ന ബില്ല് തമിഴ്, കന്നഡയടക്കം ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങൾ ലംഘിക്കുമോ എന്ന ആശങ്കയെ തുടർന്നാണ് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനയച്ചത്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയുള്ള നിർദ്ദേശങ്ങളാകും പുതിയ ബില്ലിൽ ഉണ്ടാകുക. ശ്രദ്ധയിൽ ഈ വിഷയത്തിലാദ്യം മലയാളം സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറും മുൻ കേരള ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ കെ ജയകുമാർ IAS. വളരെ നേരത്തെ തന്നെ മലയാള ഭാഷ ഔദ്യോഗിക ഭാഷയാക്കി പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനമാണ്. പക്ഷെ പ്രഖ്യാപനം ഉണ്ടെങ്കിലും അതിനൊരു നിയമസാധുത അല്ലെങ്കിൽ നിയമത്തിന്റെ ഒരു പിൻബലം ആ തീരുമാനങ്ങൾക്ക് വേണം എന്നുള്ള ഒരാശയത്തിൽ നിന്നാണ് ഇങ്ങനൊരു ഭാഷാ ബില്ല് വരുന്നത്. ഈ ഭാഷാ ബില്ല് വരുന്നതോടുകൂടി ഏതൊരു നിയമത്തെയും പോലെ സാധാരണക്കാർക്കും എല്ലാവർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ തന്നെ ഒരു നിയമബാധ്യത കൂടി വരികയാണ്. ഇതുവരെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആയിരുന്നെങ്കിൽ അതെല്ലാം ഇപ്പോൾ ഒരു നിയമത്തിന്റെ പരിരക്ഷയോടുകൂടി നമ്മളെ മലയാള ഭാഷ ഉപയോഗം വ്യാപകമാക്കണം. ജനങ്ങളുമായി സർക്കാർ ഇടപെടുന്ന സമയത്തൊക്കെ തന്നെ ഇംഗ്ലീഷ് ഉപയോഗിക്കാതെ മലയാളം ഉപയോഗിക്കണം. ഇതിനകത്ത് ആവശ്യമില്ലാത്ത ചില ആശങ്കകൾ വരുന്നത് ന്യൂനപക്ഷങ്ങൾ എന്ത് ചെയ്യും, തമിഴും കന്നഡയും സംസാരിക്കുന്നവർ എന്ത് ചെയ്യും. ന്യൂനപക്ഷ ഏരിയയിലൊന്നും തന്നെ ഇത് ചെയ്യാൻ ആരും പറയുന്നില്ല. അവർക്കെല്ലാം ഇതിനകത്ത് ഒഴിവ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ബഹുഭൂരിപക്ഷം 98% ആളുകൾ സംസാരിക്കുന്ന കേരളത്തിൽ ഈ മലയാളത്തിലായിരിക്കണം സാധാരണക്കാരുമായി സർക്കാർ ഇടപെടുമ്പോൾ ആശയവിനിമയം എന്ന് പറയുന്ന ബില്ല് എത്രയോ കാലത്തിന് മുമ്പ് വരേണ്ടതാണ്. ഇപ്പൊ ഈ ഗവൺമെന്റ് വീണ്ടും ഇത് കൊണ്ടുവരുന്നത് അങ്ങേയറ്റം അഭിനന്ദനീയമാണ്. കാരണം ഇതിനകത്ത് അടിസ്ഥാനപരമായി നമ്മൾ കാണേണ്ടത് സർക്കാരിന്റെ അല്ലെങ്കിൽ ഈ ഭരണത്തിന്റെ ലക്ഷ്യം എന്താണ്? സാധാരണക്കാരന് നീതി കിട്ടണം. ഇപ്പൊ ഗവൺമെന്റ് സാധാരണ മനുഷ്യനോട് സംസാരിക്കുന്നത് അവന്റെ മാത്രം ഭാഷയിലായിരിക്കണം എന്നുള്ളത് അടിസ്ഥാനപരമായ ഒരു സാമൂഹ്യ നീതിയാണ്. അതാണ് ഈ ബില്ലിലൂടെ നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതൊരു ഫനാറ്റിസിസമോ ഒന്നും തന്നെയല്ല. സാധാരണക്കാരൻ അവന് മനസ്സിലാക്കുന്ന ഭാഷയിൽ ഭരണം അവനോട് സംസാരിക്കണം. അതാണ് ഈ ഭാഷയുടെ ഈ ബില്ലിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുവേണ്ടി ഒരുപാട് നിബന്ധനകൾ അതിനകത്തുണ്ട്. അത്തരത്തിലുള്ള എല്ലാ സേഫ് ഗാർഡ്സും ഉണ്ട്. അതേസമയം ചില ബാധ്യതകളും ചില നിർബന്ധങ്ങളും ഈ ബില്ലിൽ ഉണ്ടാവും. അതോടുകൂടി മലയാള ഭാഷയുടെ ഉപയോഗം നമ്മളൊരു ഔദാര്യം പോലെ അങ്ങ് നടത്തുകയല്ല, അതൊരു നിയമപരമായ ഉത്തരവാദിത്വമായി മാറുന്നു എന്നുള്ളത് ഈ ബില്ലിന്റെ ഒരു ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യത്തെ വിളിച്ചോതുന്ന ഒന്നാണ്. നമ്മൾ ആഘോഷിക്കേണ്ട ഒരു സന്ദർഭമാണിത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ ജനിച്ചു വളർന്നിട്ടും മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത മലയാളികളുണ്ട് എന്നത് അത്യന്തം ഖേദകരമാണ്. അതുകൊണ്ടുതന്നെ മാതൃഭാഷയിൽ പ്രാവീണ്യം വേണമെന്ന നിബന്ധന സർക്കാർ തലത്തിൽ തന്നെ നടപ്പാക്കുന്നു എന്നത് സ്വാഗതാർഹമാണ്. മാതൃഭാഷയ്ക്കുള്ള ആദരം കൂടിയാണ്. സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ. മലയാള ഭാഷ ഒന്നാം ഭാഷയാക്കുക മാത്രമല്ല 10ാം തരം വരെയെങ്കിലും കുട്ടികൾ നിർബന്ധമായും മലയാളം പഠിച്ചിരിക്കണം എന്ന ഒരു നിഷ്കർഷ നമ്മുടെ വിദ്യാഭ്യാസ നയത്തിലും കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മുടെ കോടതി വ്യവഹാരങ്ങൾ അടക്കമുള്ള എല്ലാവിധ ഓഫീസ് ഭാഷാ വിനിമയങ്ങളും മലയാളത്തിലാക്കുക. ഒരുപാട് ആവശ്യങ്ങൾ ഭാഷാസ്നേഹികൾ നേരത്തെ ഉന്നയിച്ചു വരുന്നതാണ്. അത് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളിൽ പെട്ടും രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയച്ചിട്ട് പോലും അംഗീകരിക്കപ്പെടാതെയൊക്കെ കിടക്കുകയായിരുന്നു. മലയാള ഭാഷയോട് അനാദരവ് കാണിക്കുന്ന സമൂഹം മലയാളികൾ മാത്രമാണ്. മറ്റൊരു സമൂഹത്തിനും അവരുടെ മാതൃഭാഷയോട് നമുക്കുള്ളതുപോലുള്ള അനാദരവില്ല. ഒരിക്കൽ MT ഒരു അനുഭവം പറഞ്ഞു. ഫ്രാൻസിൽ പോയപ്പോൾ ഫ്രാൻസിൽ ഏത് പ്രൊഫഷണൽ ഡിഗ്രി എടുത്താലും അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഫ്രഞ്ച് ഭാഷയിൽ നല്ല പ്രാവീണ്യം തെളിയിക്കുന്ന പരീക്ഷ പാസ്സായ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം. അതൊരു നിർബന്ധമാണ്. ആ അർത്ഥത്തിൽ ഒരു നിർബന്ധം സർക്കാരുകൾ അടിച്ചേൽപ്പിച്ചാൽ മാത്രമേ ചിലപ്പോൾ മലയാളി സമൂഹം ഭാഷയോട് ഉള്ള സമീപനം മാറ്റുകയുള്ളൂ. മലയാള ഭാഷ ലോകത്തെ മറ്റേത് ഭാഷയെക്കാളും മികച്ച ഭാഷകളിലൊന്നാണെന്ന് നമ്മളെങ്കിലും അഭിമാനിക്കണ്ടേ. മലയാളം ഒരു സ്വരാധിഷ്ഠിത ഭാഷയാണ്. മലയാളത്തിലില്ലാത്ത സ്വരങ്ങളൊന്നും മറ്റു ഭാഷകളിൽ കാണില്ല. അതുകൊണ്ടാണ് മലയാളികൾ ഏത് നാട്ടിൽ പോയാലും അവിടുത്തുകാരേക്കാൾ അവിടുത്തെ ഭാഷ പഠിക്കുന്നത്. ഇപ്പൊ മലയാളം പഠിക്കേണ്ടത് ഒരു അഭിമാനമായി മലയാളിയുടെ മനസ്സിലുണ്ടാക്കിയെടുക്കേണ്ട പ്രചരണം ഒരു വശത്ത് നടക്കണം. മറ്റൊന്ന് ഗവൺമെന്റ് തന്നെ നിർബന്ധമായും 10ാം തരം വരെ മലയാളം പഠിച്ചേ മതിയാകൂ എന്ന കർക്കശമായ നിയമം കൊണ്ടുവരണം. എല്ലാ ഗവൺമെന്റ് വിനിമയങ്ങളും പൊതുവിനിമയങ്ങളും മലയാളത്തിലാക്കാനുള്ള
നിഷ്കർഷ കൊണ്ടുവരണം. അങ്ങനെയൊക്കെ ഉള്ള സംവിധാനങ്ങൾ, നിബന്ധനകൾ വെച്ച ഒരു ബില്ലാണ് വരുന്നത് എന്നാണ് എന്നെപ്പോലുള്ളവർ പ്രതീക്ഷിക്കുന്നത്. വള്ളത്തോളൊരിക്കൽ എഴുതിയിട്ടുണ്ട്, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ. ക്ലാസിക്കൽ ഭാഷാ പദവി നേടിയ മലയാളത്തിന് സ്വന്തം പേരിൽ രൂപം കൊണ്ട ഒരു സംസ്ഥാനത്തിൽ പോലും വേണ്ടത്ര അംഗീകാരം ലഭിക്കാതെ പോകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ അനീതി. മലയാള ഐക്യവേദി സംസ്ഥാന സമിതി അംഗവും കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ സുരേഷ് പുത്തൻപറമ്പിൽ, കേരളം എന്ന് പറയുന്ന ഭാഷാ സംസ്ഥാനം രൂപം കൊള്ളുന്നത് തന്നെ മലയാള ഭാഷ എന്നുള്ള പേരിലാണ്. ഒരേ ഭാഷ സംസാരിക്കുന്ന ജനത എന്നുള്ള നിലയ്ക്കാണ് കേരളം രൂപപ്പെടുന്നത്. അപ്പൊ ഒരു ഭാഷയുടെ പേരിൽ രൂപപ്പെട്ട ഒരു സംസ്ഥാനത്ത് ആ ഭാഷയുടെ പേരിലുള്ള ഒരു ബില്ല് ഇത്ര വർഷം കഴിഞ്ഞിട്ട് 56-ൽ കേരളം രൂപീകരിക്കപ്പെട്ടിട്ട് 2025 ആകുമ്പോഴും അങ്ങനെ ഒരു ഭാഷാ ബില്ല് നടപ്പിലാകുന്നില്ല എന്നുള്ളത് വളരെ അതിശയകരമായ കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു ഭാഷാ ബില്ല് അവതരിപ്പിക്കപ്പെടേണ്ട ഒരു ഗതികേട് മലയാളിക്ക് വന്നു എന്നുള്ളതാണ്. കാരണം 1969 തന്നെ കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഔദ്യോഗിക ഭാഷയായിട്ട് അവരുടെ മാതൃഭാഷയെ അംഗീകരിച്ചു. എന്നാൽ കേരളത്തിൽ ഇംഗ്ലീഷും മലയാളവും ഔദ്യോഗിക ഭാഷയാവാം എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു നിലപാട്. പിന്നീട് 1973 മറ്റൊരു ഭേദഗതി വന്ന് ഇംഗ്ലീഷോ മലയാളമോ ആകാം എന്ന് വന്നു. അപ്പോ ഭാഷയുടെ പേരിൽ രൂപപ്പെട്ട ഒരു സംസ്ഥാനത്തിനകത്ത് ആ ഭാഷയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടേണ്ടി വരുന്ന, സമരം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലാണ് മലയാളികൾ എന്നുള്ളത് വളരെ അതിശയകരമായ ഒരു കാര്യമാണ്. അതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം, മലയാളം ഒരു ക്ലാസിക്കൽ ഭാഷാ പദവി നേടി എന്നുള്ളത് കൂടിയാണ്. എന്നാൽ ക്ലാസിക്കൽ ഭാഷ പറഞ്ഞാൽ കുട്ടികൾ ഫൈൻ അടക്കേണ്ടി വരുന്ന, ക്ലാസിക്കൽ ഭാഷ പറഞ്ഞാൽ ശിക്ഷ വിധികൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന മറ്റൊരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കേരളം പോലെ ഇല്ല എന്നുള്ളതും നമ്മൾ അറിയണം. കാരണം കേരളത്തിൽ വളർന്നു വരുന്ന ഇംഗ്ലീഷ് മീഡിയം, CBSE സ്കൂളുകളുടെ മാതൃകയിൽ ഇവിടെ വളർന്നു വരുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ മാതൃഭാഷ പറയാൻ പോലും അനുവദിക്കാത്ത ഒരു അന്തരീക്ഷമാണ് ഒരുക്കിയിട്ടുള്ളത്. മാതൃഭാഷ പറഞ്ഞാൽ ശിക്ഷ നടപ്പാക്കുന്ന ഒരു അന്തരീക്ഷം ഒരു കുട്ടിയിൽ എന്ത് തരത്തിലുള്ള ബോധമാണ് ഉണ്ടാക്കുക എന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ PSC പരീക്ഷകൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പരീക്ഷകൾ, IAS IPS പരീക്ഷകൾ എഴുതാൻ മാതൃഭാഷാ മാധ്യമം ഉപയോഗിക്കാം എന്നിരിക്കെ കേരളത്തിലെ LDC പരീക്ഷയ്ക്ക് മുകളിലുള്ള പരീക്ഷകൾക്ക് മലയാളം അല്ലെങ്കിൽ മാതൃഭാഷ പറ്റില്ല എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കേരള PSC ഉള്ളത്. അപ്പോ ഇത്തരത്തിൽ മനുഷ്യരുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള സാമൂഹിക നീതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എത്തരത്തിലാണ് മാതൃഭാഷയോടുള്ള വിവേചനം ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഭാഷാ ബിൽ വരുന്നതോടെ സർക്കാർ ഉത്തരവുകളും ജില്ലാ കോടതികൾ വരെയുള്ള എല്ലാ കോടതി വ്യവഹാരങ്ങളും മലയാളത്തിലാകും. സംസ്ഥാന സർക്കാരിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് വ്യക്തമാക്കുന്നു പൊന്നാനി MLAയും തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് P. നന്ദകുമാർ. സർക്കാർ ഈ നിയമസഭയിൽ തന്നെ ഈ ബില്ല് അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഭാഷാ ബില്ല് 2006 മുതൽ നടത്തുന്ന ശ്രമമാണ് ഗവൺമെന്റ് ഭാഗത്തുനിന്ന്. ഭാഷ നമ്മുടെ അമ്മയാണെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഈ ഭരണപരമായ കാര്യങ്ങൾ, ഔദ്യോഗികമായ കാര്യങ്ങളെല്ലാം മലയാള ഭാഷയിൽ വേണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ കാഴ്ചപ്പാട്. കോടതി നടപടികളടക്കം അങ്ങനെയാക്കാവുന്നതാണ്. വികസിത രാഷ്ട്രങ്ങളിൽ പോലും അവര് പ്രാദേശിക ഭാഷകളാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇപ്പോൾ വീണ്ടും ഈ വിഷയം കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എതിരാണ് എന്ന കാരണത്താൽ അത് മാറ്റിവെക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ രണ്ടാമതും ബില്ല് അംഗീകാരം തരാതെ മടക്കി വന്നപ്പോൾ സംസ്ഥാന സർക്കാർ അതിലെ ചൂണ്ടിക്കാണിച്ച ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ഈ ബില്ല് എങ്ങനെ പാസ്സാക്കിയെടുക്കും എന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഈ അടിസ്ഥാന കാഴ്ചപ്പാട്, അതായത് നമ്മുടെ ഭരണപരമായ കാര്യങ്ങൾ, ഔദ്യോഗികമായ കാര്യങ്ങൾ മലയാള ഭാഷയിലാക്കി മലയാളം അറിയുന്ന എല്ലാവർക്കും തന്നെ അത് ഉപയോഗിക്കാൻ കഴിയണം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതിന് ഇംഗ്ലീഷോ മറ്റു ഭാഷയോ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നമുക്കുള്ള ഔദ്യോഗിക കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടനുസരിച്ചുള്ള ഒരു ബില്ലാണ് ഇപ്പൊ പാസ്സാക്കിയെടുക്കുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പ്രസിഡന്റ് മടക്കി അയച്ചപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള അതിന്റെ ന്യൂനതകൾ പരിഹരിച്ചെടുത്തുകൊണ്ട് ഈ കാര്യം, അതിന് അടിസ്ഥാനപരമായ കാര്യത്തിന് മാറ്റം വരുത്താതെ നമുക്ക് ഈ ബില്ല് പാസ്സാക്കിയെടുക്കുന്നതിന് ശ്രമമാണ് സംസ്ഥാന സർക്കാർ ഈ ബില്ലിൽ കൂടി ഉദ്ദേശിക്കുന്നത്. സാങ്കേതിക വിദ്യയിലും ഡിജിറ്റൽ മേഖലയിലും മലയാളത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയുള്ള ഭാഷാ ബിൽ ആകും സർക്കാർ നിയമസഭയിൽ വീണ്ടും അവതരിപ്പിക്കുക. സ്കൂളുകളിൽ കൂടാതെ ഉന്നത പഠന കേന്ദ്രങ്ങൾ, കോളേജുകൾ, സർവകലാശാലകൾ എന്നിവിടങ്ങളിലും മലയാള ഭാഷാ പഠനത്തിന് വഴിയൊരുങ്ങും. തമിഴ്, കന്നഡ, തുളു, കൊങ്കണി തുടങ്ങിയ ഭാഷാവിഭാഗങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടാവും പുതിയ ബില്ലിലെ വ്യവസ്ഥകൾ. എന്തായാലും ശ്രേഷ്ഠ ഭാഷാ പദവിയുള്ള നമ്മുടെ മാതൃഭാഷയ്ക്ക് വരുന്ന കേരളപ്പിറവി ദിനത്തിൽ ഏറ്റവും വലിയ സമ്മാനമാകും
മലയാള ഭാഷാ ബിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.